ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് നോക്കിയപ്പോൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് കോടി രൂപ കൊള്ളയടിച്ചതായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടോന്ന്. പരാതി ഉണ്ടായിട്ട് എന്താണ് കാര്യം? വല്ല കാര്യമുണ്ടോ? പരാതി ഉള്ളവരെ നിങ്ങൾ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു അത്താഴ പഷ്ണിക്കാരൻ വല്ലതും തിന്നതിന്റെ പേരിൽ, എന്തെങ്കിലും വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ നിങ്ങൾ അവരെ ബുൾഡോസർ എടുത്ത് അവരുടെ വീടും കെട്ടിടം ഒക്കെ പൊളിക്കൂലേ? ഈ രാമന്റെ സ്വത്ത് കട്ടവരുടെ ആഫീസിൽ ബുൾഡോസർ കയറ്റാൻ തോന്നുന്നില്ലല്ലോ. ബുൾഡോസർ രാജ ആർക്കെതിരെ നടത്തരുതെന്നാണ് എന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ. പക്ഷേ ബുൾഡോസർ അങ്ങോട്ട് പോകുന്നേ? അതാ ഞാൻ ചോദിച്ചേ. ചമ്പത്രയുടെ വലങ്കയ്യ അപ്പൊ എങ്ങനെയാ ബുൾഡോസർ അങ്ങോട്ട് പോകുന്നേ? ചമ്പത്ര ആരാണ്? VSPയുടെ സ്ഥാപക നേതാവ്, RSSന്റെ ടോപ്പ് ബ്രാസ് നേതാവ്. അപ്പോ JCBക്ക് അറക്കും അങ്ങോട്ട് പോകാൻ, ഉരുളില്ല അങ്ങോട്ട്. അത് തന്നെയാണ്. അപ്പൊ ഇവരുടെ വേണ്ടപ്പെട്ട ആളുകളാണ്. ഏതെങ്കിലും പാവം പിടിച്ച മനുഷ്യരെ, തെരുവിൽ കിടക്കുന്നവരെ, ചേരിയിൽ കിടക്കുന്നവരെ, ഒരു ഷെഡ് കെട്ടി കിടക്കുന്നവരൊക്കെ ബുൾഡോസർ വിട്ട് പേടിപ്പിക്കും. രാമനെ കൊള്ളയടിച്ചവരെ നിങ്ങൾ സംരക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുക. ഈ രാജ്യത്ത് ഒരുപാട് മനുഷ്യരെ പതിറ്റാണ്ടുകളോളം കൊലയ്ക്ക് കൊടുത്ത, കലാപത്തിന് തീ കൊളുത്തിയ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് നടപ്പാക്കിയതിനു ശേഷം അവിടെ കൊള്ളയടിക്കുമ്പോൾ പറയാ ഞങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജിവെച്ചത്, ഞങ്ങൾക്ക് ഇതിൽ ഒരു ബന്ധവും ഇല്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, CAGയുടെ കണക്കെടുപ്പ്, സകലമാന പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ രാജ്യത്തെ സകല മനുഷ്യരെ നിരീക്ഷിക്കുന്ന ED, KD, CBI, പിന്നെ സകലമാന പരിപാടിക്കാരും സകല യുദ്ധമുന്നണിയും ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ പാവപ്പെട്ട, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓട്ടോക്കാരന്, ഡ്രൈവർക്ക്, താൽക്കാലിക ജീവനക്കാർക്കൊക്കെ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ പറ്റുന്നത്? പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് അവിടെ ഭരിക്കാനിരുന്നത്? പിന്നെ എന്താണ് നിങ്ങളുടെ വലിയ സംരക്ഷണം? നിങ്ങൾ ഉണരണം എന്ന് പറഞ്ഞ രാജ്യത്തുള്ള സകല മനുഷ്യരെ ഉണർത്താൻ നടന്നാണല്ലോ. ഇപ്പൊ ഒരു ഉണരലുമില്ലല്ലോ, ഉറക്കം നടിച്ചു കിടക്കുകയാണല്ലോ. എല്ലാ സകല വിഷപ്പാമ്പുകളും ചുരുണ്ടുകൂടി ഉറക്കം നടിച്ചു കിടക്കുക. രാമക്ഷേത്രം കൊള്ളയടിച്ചതിനെതിരെ നിങ്ങൾക്ക് രഥയാത്ര നടത്തണ്ടേ? രാമന്റെ സ്വത്ത് കൊള്ളയടിച്ചതിനെതിരെ നിങ്ങൾക്ക് ഒരു പരാതിയുമില്ലേ? നിങ്ങൾ എന്താ കലാപം നടത്താത്തത്? നിങ്ങൾ എന്താ ജാഥ നടത്താത്തത്? നിങ്ങൾക്ക് ഒരു പ്രതിഷേധവും ഇല്ലല്ലോ, ഒരു പ്രസംഗവും ഇല്ലല്ലോ. പണ്ട് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന വാർത്ത പറഞ്ഞപ്പോ ഞാൻ ഓർക്കുന്നത് അന്നത്തെ വൈസ്രോയെ മറ്റോ പറഞ്ഞതെന്ന്. ഭാഗ്യം അതൊരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞ പോലെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തി വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതുപോലെയാണ് തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട്, വീണ്ടും പറയാ, അനുഗ്രഹം കൊണ്ട് ഇതൊരു ക്രിസ്ത്യാനി മുസ്ലിമിന്റെ പേരൊന്നും ഇതിൽ പരാമർശിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ മനസമാധാനത്തോടെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ?